പകുതി വില തട്ടിപ്പ് കേസ് പ്രതി അനന്തകൃഷ്ണന് കേരളത്തിന് പുറത്ത് ബിനാമി പേരിൽ സ്വത്തുക്കളെന്ന് പോലീസ്. അനന്തകൃഷ്ണന് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. അനന്തകൃഷ്ണനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. പ്രതിയുടെ പെൻഡ്രൈവുകളും മൊബൈൽ ഫോണുകളും ഐപാഡും പോലീസ് പിടിച്ചെടുത്തു. 19 ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് അർജുൻ മട്ടന്നൂർ. നമ്മൾ ആദ്യം കേട്ടറിഞ്ഞതിനേക്കാളും വലിയ സംഭവമാണ് ഈ അനന്തകൃഷ്ണൻ എന്ന് പോലീസ് ഇപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷയിലൂടെ വ്യക്തമാക്കുകയാണോ? എങ്ങനെയൊക്കെയാണ് അനന്തകൃഷ്ണന്റെ തട്ടിപ്പിനായുള്ള വഴികൾ നീണ്ടു നിന്നത്? ഈ സമ്പാദിച്ചതൊക്കെ എവിടെയൊക്കെയാണ് കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത്? ഗുഡ് ഈവനിങ് സുജയ പാർവതി. അതായത് നമ്മൾ വിചാരിച്ചതിലും വലിയ തട്ടിപ്പാണ് എന്ന കാര്യം ഉറപ്പാണ്. 27 വയസ്സ് മാത്രം പ്രായമുള്ള അനന്തകൃഷ്ണൻ ഏതാണ്ട് 1000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇന്ന് മൂവാറ്റുപുഴ പോലീസ് മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് പോലീസിന്. എന്തായാലും പോലീസ് ഈ കസ്റ്റഡി അപേക്ഷയിൽ നൽകിയ ചില കാര്യങ്ങൾ അത് പ്രധാനപ്പെട്ട ചില വാർത്തകളാണ്. അത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള നിരവധി ആളുകൾ ഇയാൾക്കൊപ്പമുണ്ട്. അവർ കൂട്ടുപ്രതികളാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ പേരിലും മറ്റും ഇത്തരത്തിൽ പണം കൈമാറിയിട്ടുണ്ട്. സഹോദരിയുടെയും സഹോദരി ഭർത്താവിൻ്റെയും പേരിലൊക്കെ തന്നെ ഭൂമി വാങ്ങിക്കൂട്ടി എന്ന സംശയം പോലീസിനുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത് ബിനാമി നിക്ഷേപമായി ഇത്തരത്തിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും ഈ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. തട്ടിയെടുത്ത പണം ധനകാര്യ സ്ഥാപനങ്ങളിലും മറ്റും നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനിടെ ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ചതിന് പിന്നാലെ 2 പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളിൽ കൂടി ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിലെ വണ്ടൻമേട് അതോടൊപ്പം തന്നെ മറയൂർ പോലീസ് സ്റ്റേഷനിലെ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് അനന്തകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ന് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പെൻഡ്രൈവുകളും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകളും ഐപാഡും ഒക്കെ തന്നെ പിടിച്ചെടുത്തിരുന്നു. ഇതും വിശദമായി പരിശോധിക്കുന്നുണ്ട്. പക്ഷേ പോലീസിനെ കുഴക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 1000 കോടി രൂപയോളം തട്ടിയ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടുകളിൽ നിന്ന് ഇതുവരെ 4 കോടി രൂപയിൽ താഴെ മാത്രമാണ് പോലീസിന് കണ്ടെടുക്കാനായത്. ആകെ 19 അക്കൗണ്ടുകൾ ഇതുവരെ മരവിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ബാക്കി തുക എവിടെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തത കൃത്യമായി വന്നിട്ടില്ല. പലയിടത്തും ഭൂമിയും മറ്റും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന സൂചനകൾ ഉണ്ടെങ്കിൽ പോലും ഇത്രയും തുക എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി എങ്ങനെയാണ് ബന്ധമുണ്ടാക്കിയത്, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത്, ഇതിന്റെ ഗൂഢാലോചനയിൽ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട്. അത് അറിയുമ്പോൾ നമ്മൾ കൂടുതൽ ഞെട്ടുമോ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം. താങ്ക് യു അർജുൻ മട്ടന്നൂർ.